നിന്റെ അനിയത്തി കൊച്ചു അത്ര മോശമൊന്നും അല്ലല്ലോടാ. രണ്ടെല്ലു കൂടുതലുള്ളതുപോലെയാ. അവര് കുളം കാലിയാക്കാണ് തോന്നുന്നു. ഇടയ്ക്ക് ഈ മാരണങ്ങൾ ഇവിടെ കണ്ടില്ലല്ലോടാ. ആളുകളെ കൂട്ടിയിടിച്ചിട്ട് ഇവിടെ നടക്കാൻ പറ്റാതായി. എന്റെ കുഞ്ഞിന് ഈ ഒരു ഗതി വരാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. ആ നശിച്ചവൻ അതെല്ലാം തകർത്തു കളഞ്ഞു. അതെ, മറ്റൊരുത്തരുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് മകൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിന് ദൈവം അനുവദിച്ചില്ല. എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരണോന്ന് ഞാൻ രാധമ്മയോട് അപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞോ മോനെ? നിന്റെ ഭാര്യ അവളുടെ അമ്മയും പറഞ്ഞതിന് മറുപടിയാ എന്റെ വായെന്ന് കിട്ടിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് മാത്രമേ സ്നേഹമുള്ളൂ, ഈ പെൺമക്കളോടൊന്നും അതില്ലേ? ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ഇവരാണ്. പിന്നെ അവസരം അനുകൂലം അല്ലെങ്കിൽ തന്തമാരെയും മക്കള് തള്ളിപ്പറയും. ഞാനത് പ്രതീക്ഷിക്കുന്ന ഒരച്ഛനായതുകൊണ്ട് എനിക്കതിൽ യാതൊരു സങ്കടവുമില്ല. എനിക്ക് ശ്രീലക്ഷ്മിയുടെ കാര്യത്തില് യാതൊരു ഉത്കണ്ഠയില്ല. ഇവൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരന്, അവൻ നന്നായിട്ട് ജീവിക്കും. അതെ, ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. ഞാൻ എന്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിക്കും, ഒരു ജോലിയും കണ്ടെത്തും. എനിക്ക് വേണ്ടി ആരും അവരവരുടെ ജീവിതം ത്യജിക്കണമെന്നില്ല. ശ്രീലക്ഷ്മി ഇങ്ങനെയൊന്നും വരുമെന്ന് കരുതിയല്ല ഞാൻ രാജുവായുള്ള കല്യാണത്തിന് തയ്യാറായത്. ശ്രീ എന്തുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെ പിണങ്ങി പോവരുത്. മാറി നിക്കടി. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ കാലുകുത്തില്ല. വെല്ലുവിളിയായിട്ട് എന്നെ കരുതിക്കോ. എന്റെ അനിയത്തിയുടെ കണ്ണീരിന് ഞാൻ പകരം ചോദിച്ചിരിക്കും, അത് ഷുവറാ. നിക്ക്. വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. നിന്റെ പെങ്ങളുടെ കണ്ണീരിന് നീ പകരം വീട്ടുന്നത് എന്റെ പെങ്ങളുടെ കണ്ണീര് കൊണ്ടായിരിക്കരുത്. വെച്ചേക്കില്ല നിന്ന് ഞാൻ. മാസാമാസം 1-ാം തീയതി വാടകയായിട്ട് കൊടുക്കുന്നത് എന്താ? കാശല്ലേ? ഈ നാട്ടിലാരും വാടകയ്ക്ക് താമസിക്കണല്ലേ? അതെ, സഹിക്കാൻ പറ്റാത്ത മര്യാദകളല്ലേ ആ രമ്യയോടോ അവരുടെ വീട്ടുകാരോടോ നമ്മൾ ചെയ്തത്. ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരില് എന്റെ മോളുടെ ഭാവി എന്താവുന്നോ എന്റെ പേടി. മിണ്ടിപ്പോരുത്. ഇത് പല പ്രാവശ്യം ഇവിടെ പറയണു. ഇത് ഇവിടെ കൊണ്ട് നിർത്തിയേക്കണം. ഈ കുടുംബത്തിന്റെ സമാധാനം കളയാനാ നീ കച്ചയിട്ട് ഇറങ്ങിയിരിക്കണത്, ഓർത്തോ? എനിക്കും ഞാൻ പ്രസവിച്ച എന്റെ ഇളയ കുഞ്ഞിന് സമാധാനമില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. അമ്മ കാര്യം പറയുമ്പോ അച്ഛൻ ഇത്ര ചൂടാവുന്ന എന്തിനാ? മിണ്ടരുത്. എന്നെ ചോദ്യം ചെയ്യാൻ വളർന്നൊഴി. മര്യാദയ്ക്ക് നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് ആത്തിക്കോ, ഇല്ലെങ്കിൽ നിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് ഇവിടെ തല്ലേണ്ടി വരും. നിനക്കത് വിഷമാവും. അടങ്ങി നിക്കടി. എന്തടങ്ങ്? ഞാൻ കാര്യമല്ലേ പറയുന്നത്. മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോണത് നല്ലത്. കഴിക്കണ്ട മേഡം, എഴുന്നേറ്റ് വാ. ആ കുഞ്ഞുങ്ങൾ ഒന്നും കഴിക്കാതെ പോയി. ഈ രാധമ്മയ്ക്ക് എന്താ തലയ്ക്ക് വെളിയില്ലേ? ഇങ്ങനെയാണോ മക്കളോട് പെരുമാറുന്നത്?
എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. അത് സഹിക്കാൻ പറ്റാത്തവര് കേൾക്കാൻ നിക്കരുത്. എന്ന് വെച്ചാ ഞാൻ ഇറങ്ങി പോണോന്നല്ലോടി നീ പറഞ്ഞതിന്റെ അർത്ഥം? ആ അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. നീ ആരാടി? നീ ആരാണെന്നാടി നിന്റെ വിചാരം? എടി, ആ രമ്യയുടെ വക്കാലത്തും പിടിച്ചോണ്ട് നീ തല്ലി തകർക്കുന്നത് നിന്റെ കുടുംബം. ഓ അതങ്ങ് ഞാനങ്ങ് സഹിച്ചു. നീ ആ രമ്യയുടെ രഹസ്യമായിട്ട് എത്ര ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടടി? അത് കൊടുക്കാൻ മാർഗമില്ലാഞ്ഞിട്ടല്ലേ നീ അറവുമാടിനെ വിൽക്കുന്നത് പോലെ നീ മകനെ അവർക്ക് വിൽക്കാൻ നോക്കുന്നത്? കിളി പോയാ അമ്മേ? ഓ, നല്ലൊരു സ്വപ്നമായിരുന്നു. ഈ വൃത്തികെട്ടവൻ വന്ന് അത് നശിപ്പിച്ച്. കൊട്ടാരത്തിൽ കയറി കൊച്ചമ്മേണി തമ്പുരാട്ടി വിലസിയിരുന്നങ്ങ് ഉറങ്ങായിരുന്നല്ലേ? എന്താ വിലസിയാല്? എടാ, മലർക്കൊടിക്കാരന്റെ സ്വപ്നമൊന്നും അല്ലല്ലോ, നടക്കാൻ പോണ സ്വപ്നമല്ലേ? ഉം. ധൃതിമോളുടെ കൊട്ടാരം ഞാൻ എഴുതി വാങ്ങിച്ചിരിക്കും. ആ, ഈ സ്വപ്നം കാണല് മാത്രമല്ലേ ഉള്ളൂ, കച്ചവടവും നടക്കുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഒരു 10,000 മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ അമ്മേ? എടാ, പയ്യെ തിന്നാ പനയും തിന്നാന്നാ പ്രമാണം. ഓ, അങ്ങനെ പതുക്കെ പതുക്കെ കൊട്ടാരത്തിലെത്തണം. ഉം. ദേ, നിന്റെ ഭാര്യ വരുന്നുണ്ട്. ഈ കാര്യം അവൾ അറിയണ്ട. അവള് രമ്യയുടെ ആളാ. എന്താ അമ്മയും മോനും കൂടെ ഒരു ഗൂഢാലോചന? ഞാൻ പിന്നെ ഇവന് വേറൊരു കല്യാണം ആലോചിച്ചതാ. ഏ? ഇവന്റെ അമ്മാവന്റെ മോൾ ഒരുത്തി പൊര നിറഞ്ഞു ഓട് തകർത്ത് അവിടെ നിപ്പോണ്ട്. അവളെ കെട്ടിച്ചു കൊടുക്കാന്ന് കരുതി.